യഹോവയുടെ കരുണയും ദയയും നമുക്ക് ചിന്തിക്കുവാനായി വളരെയുള്ള ഒരു വിഷയമാണ്. അവിടുന്ന് കരുണയും ദയയുമുള്ളവനാണ്, കരുണാസമ്പന്നനാണ്. അവന് മഹാദയയാണുള്ളത്. അവിടുന്ന് ദുഃഖിപ്പിച്ചാലും തൻ്റെ ദയയ്ക്ക് തക്കവണ്ണം അവൻ തൻ്റെ ജനത്തോടും കരുണ കാണിക്കുന്നു. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വന്ദനം. പഴയ നിയമത്തിലെ ആരാധന സ്ഥലവും പുതിയ നിയമത്തിലെ സഭായോഗങ്ങളും മനുഷ്യരും ദൈവവും സമാഗമിക്കുന്ന ഇടങ്ങളായി വിഭാവനം ചെയ്യപ്പെട്ടതാണ്. എന്നാൽ അവിടെ കൂടി വരുന്ന ജനത്തിൻ്റെ ആത്മീയ അധംപതനം മൂലം ആരാധനയും ആരാധനാലയത്തെയും വെറുക്കുക മാത്രമല്ല, നിർദാക്ഷിണ്യം അതിനെ ഉപേക്ഷിച്ച് കളവാനും ദൈവം തയ്യാറായി. കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ അത് തകർന്നു പോയത് ദൈവത്തിൻ്റെ ജനം മറന്നുകൂടാത്ത ചരിത്രമാണ്. വിലാപങ്ങളുടെ പുസ്തകം 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ. കരയുന്ന യിരെമ്യാ പ്രവാചകൻ്റെ യഥാർത്ഥ അവസ്ഥ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു ചെറിയ പുസ്തകം അത്രേ വിലാപങ്ങളുടെ പുസ്തകം. ലേഖകൻ്റെ ആത്മാവ് തുറന്നു കാട്ടിയിരിക്കുന്ന ഒരു പുസ്തകം എന്ന് വിളിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം നാം ചിന്തിച്ചല്ലോ. ഇനി 2-ാം അധ്യായം നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ 5-ാം വാക്യം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. 2:5. കർത്താവ് ശത്രുവെപ്പോലെയായി ഇസ്രായേലിനെ മുടിച്ചു കളഞ്ഞു, അവളുടെ അരമനകളെ ഒക്കെയും മുടിച്ചു, അവളുടെ കോട്ടകളെ നശിപ്പിച്ചു കളഞ്ഞു. യഹൂദാപുത്രിക്ക് ദുഃഖവും വിലാപവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ചെയ്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ദൈവം ഏറ്റെടുത്ത് യെരുശലേം നഗരം നശിപ്പിക്കുവാൻ ദൈവം നെബൂഖദ്നേസറിനെ അനുവദിച്ചു എന്നാണ് പറയുന്നത്. ദൈവം നെബൂഖദ്നേസറിനെയും ഒരു വടിയായി യഹൂദയ്ക്കെതിരെ ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. ചിലരെ ഒരിക്കലും കണ്ടുമുട്ടാതിരുന്നിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടില്ലേ? നിങ്ങളുടെ ശത്രുക്കളായി കരുതുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ചിലർ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കിയിരിക്കാം, എന്നാൽ അതെല്ലാം ദൈവത്തിൻ്റെ ഉദ്ദേശ നിവൃത്തിക്കായിട്ടാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം അതെല്ലാം അനുവദിച്ചിരിക്കുന്നത്. താങ്കളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ ഉദ്ദേശം ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവ് തൻ്റെ യാഗപീഠം തള്ളിക്കളഞ്ഞു, തൻ്റെ വിശുദ്ധ മന്ദിരം വെറുത്തിരിക്കുന്നു. അവളുടെ അരമന മതിലുകളെ അവൻ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ഉത്സവത്തിൽ എന്ന പോലെ യഹോവയുടെ ആലയത്തിൽ ആരവം ഉണ്ടാക്കി. ദൈവം ആശീർവദിച്ചതായ ദൈവാലയം അത് പണിയുന്നതിന് ദൈവം തന്നെയാണ് നിർദ്ദേശം കൊടുത്തത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൈവം പറയുന്നത് താൻ വിശുദ്ധ മന്ദിരം വെറുത്തിരിക്കുന്നു എന്നത്രേ. തൻ്റെ ഇഷ്ടത്തിനു വേണ്ടി, തൻ്റെ മഹത്വത്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ട ദൈവാലയം താൻ വെറുത്തിരിക്കുന്നു എന്ന്. ദൈവാലയത്തിൽ, അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ പള്ളിയിൽ പോകുന്നവർ തങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. താങ്കൾ ദൈവാലയത്തിൽ പോകുന്നത് ദൈവത്തിന് പ്രസാദകരമാണോ? അതോ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും ദോഷമാണോ താങ്കൾ ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ടുണ്ടാകുന്നത്? താങ്കൾ നല്ല മനസ്സോടെയാണോ ദൈവാലയത്തിൽ പോകുന്നത്? അതോ താങ്കൾ വിമർശന ബുദ്ധിയോടെയാണോ പോകുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിന് താങ്കളെ ഉപയോഗിക്കുവാൻ കഴിയുമോ? അതെ, ആരാധനയ്ക്ക് പോകുന്നത് പോലും പാപമായി തീരാവുന്നതാകുന്നു എന്നുള്ള മുന്നറിയിപ്പ് ഞാൻ നൽകട്ടെ. യേശുവിനെ പിടിച്ച രാത്രിയിൽ ഏറ്റവും അപകടകരമായ സ്ഥാനം ഏതായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അവൻ്റെ മരണത്തിന് കളമൊരുക്കിയിരുന്ന ദുഷ്ട ആളുകൾ കൂടിയാലോചിച്ച ആ ഇടമായിരുന്നു? അല്ല, ആ സ്ഥലം യേശു ഇരുന്നിരുന്ന മാളികമുറിയായിരുന്നു. ആ രാത്രിയിൽ ഏറ്റവും അപകടകരമായ സ്ഥാനം അതായിരുന്നു. കാരണം പിശാചും അവിടെ ഉണ്ടായിരുന്നു.
യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പിശാച് ഇസ്കരിയോത്ത യൂദായ്ക്ക് തോന്നിപ്പിച്ചു. അതുപോലെ തന്നെ യേശുവിനെ തള്ളിപ്പറയുവാനായി പിശാച് ശിമോൻ പത്രോസിൻ്റെ ഹൃദയത്തിലും പ്രവർത്തിച്ചു. ആകെ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷം പിശാച് അവിടെ സൃഷ്ടിച്ചു. ശിഷ്യന്മാരുടെയൊക്കെ ഹൃദയങ്ങളിൽ അവൻ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ്. അതേ സുഹൃത്തെ, താങ്കൾ ആരാധനയ്ക്കായി പോകുന്നു എന്നതുകൊണ്ട് മാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് അതിനർത്ഥമില്ല. 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ നാം കാണുന്നത്, സിയോൻ പുത്രിയുടെ മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരിക്കുന്നു, അവർ തലയിൽ പൊടി വാരിയിട്ട് രട്ടുടുത്തിരിക്കുന്നു. യെരൂശലേം കന്യകമാർ നിലത്തോളം തല താഴ്ത്തുന്നു. എൻ്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണ് മങ്ങിപ്പോകുന്നു. എൻ്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. എല്ലാ ജനങ്ങളും ബാഹ്യമായ ദുഃഖപ്രകടനങ്ങൾ നടത്തി. എന്നാൽ യിരെമ്യാവിൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന് നോക്കുക. കാഴ്ച മങ്ങുന്നത് വരെ യിരെമ്യാവ് കരഞ്ഞു. കണ്ണുനീർ കൊണ്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. പറയാണ് എൻ്റെ ഉള്ളം കലങ്ങി എന്ന്. അത് അവനെ ഇഞ്ചിഞ്ചായി മുറിക്കുന്ന അനുഭവമായിരുന്നു. അത് അവൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ചു, അവൻ്റെ ഹൃദയത്തെ തകർത്തു. ദൈവത്തിൻ്റെ വേലയിൽ വാസ്തവമായി പങ്കുചേരുവാൻ നാം എത്ര പേർ തയ്യാറായിട്ടുണ്ട്? അങ്ങനെ വന്നാൽ നമ്മുടെ ആരോഗ്യം പോലും വകവയ്ക്കാതെ അതിനുവേണ്ടി മുന്നോട്ടിറങ്ങുവാൻ നാം തയ്യാറാണോ? ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാണോ? 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കടന്നു പോകുന്ന ഏവരും നിന്നെ നോക്കി കൈകൊട്ടുന്നു. അവർ യെരൂശലേം പുത്രിയെ ചൊല്ലി ചൂളകുത്തി തലകുലുക്കി സൗന്ദര്യപൂർത്തി എന്നും സർവമഹീതലമോദം എന്നും വിളിച്ചു വന്ന നഗരം ഇതുതന്നെയോ എന്ന് ചോദിക്കുന്നു. യെരൂശലേമിൻ്റെ നാശം കണ്ട് ശത്രുക്കൾ സന്തോഷിക്കുകയാണ്. മറ്റുള്ളവരെ വിമർശിക്കുക ഒരു വിധത്തിൽ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ നാം അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ടോ? നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾ കണ്ട് നിർവികാര്യരായിരിക്കാൻ നമുക്ക് കഴിയുമോ? 2-ാം അധ്യായത്തിൽ യെരൂശലേമിൻ്റെ നാശത്തിൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് അധികമായി വിവരിച്ചിരിക്കുന്നു. ഒരു ദൃക്സാക്ഷിയുടെ വിവരണമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതെ, യിരെമ്യാവ് താൻ മനസ്സിലാക്കിയ ദൈവവചനം തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും അവരോട് പറയുന്നതാകുന്നു നാം കാണുന്നത്. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ അവൻ്റെ കോപത്തിൻ്റെ വടി കൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകും. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്ര നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത്. അതെ, അവന് ഇടവിടാതെ പിന്നെയും പിന്നെയും തൻ്റെ കൈ എൻ്റെ നേരെ തിരിക്കുന്നു. എൻ്റെ മാംസത്തെയും ത്വക്കിനെയും അവൻ ജീർണമാക്കി എൻ്റെ അസ്ഥികളെ തകർത്തിരിക്കുന്നു. യിരെമ്യാവ് ഏറ്റവും വലിയ കുഴപ്പങ്ങൾ കാണുകയും അതിൽ കൂടി കടന്നു പോവുകയും ചെയ്തു എന്ന് നമുക്കറിയാം. യെരൂശലേമിനെക്കുറിച്ചുള്ള അവൻ്റെ താല്പര്യം നിമിത്തം യിരെമ്യാവിൻ്റെ ആരോഗ്യം നശിച്ചു. യെരൂശലേമിന് വന്ന് ഭവിച്ച നാശം യിരെമ്യാവിനെ ചിന്താകുലനാക്കി. ഞാൻ നിങ്ങളോട് മുമ്പ് കൂട്ടി പറഞ്ഞില്ലേ എന്ന് ഓടി നടന്ന് പറയുകയല്ല യിരെമ്യാവ് ചെയ്തത്. ഞാനിത് പണ്ടേ പറഞ്ഞതല്ലേ, നിങ്ങൾ കേൾക്കാഞ്ഞതല്ലേ കുഴപ്പം എന്ന് കണ്ടവരോടൊക്കെ പറയുകയല്ല. വാസ്തവത്തിൽ അവൻ്റെ ഹൃദയം തകരുകയാണ് ചെയ്തത്. ദൈവവും ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് യിരെമ്യാവിൻ്റെ പ്രതികരണം വ്യക്തമാക്കുന്നു. ദൈവം മാറിക്കളഞ്ഞിട്ടില്ല. തൻ്റെ ജനത്തോടുകൂടെ ദൈവം നടക്കുന്നു. കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞല്ലോ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും ദൈവം താങ്കളോട് കൂടെയുണ്ട് എന്ന് താങ്കൾക്ക് ഉറപ്പായി വിശ്വസിക്കുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ദൈവ പൈതലാകുന്നു താങ്കളെങ്കിൽ, താങ്കൾ തെറ്റ് ചെയ്ത് ദൈവശിക്ഷ വാങ്ങുമ്പോൾ പോലും ദൈവം അതിൽ സന്തോഷിക്കുകയല്ല. ദൈവം താങ്കളെ കൈവിട്ടിട്ട് മാറിയിരിക്കുകയല്ല. ദൈവം ആ പ്രത്യേക സാഹചര്യത്തിൽ ദുഃഖിക്കുന്നു, എന്നാലും അവൻ കൈവിടില്ല. 3-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ, 21, 22, 23, 24 വാക്യങ്ങൾ വായിക്കാം. ശ്രദ്ധിച്ചാട്ടെ. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും.
നിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു. 5 വിലാപഗീതങ്ങളിലും ഈ വാക്യങ്ങൾ മാത്രമാണ് പ്രത്യാശയുടെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ കരുണയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകും. ദൈവത്തിൻ്റെ കഠിനമായ ന്യായവിധി വന്നു എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ കരുണയുടെ കരം ഇപ്പോഴും യിരെമ്യാവിന് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ കരുണയില്ലായിരുന്നെങ്കിൽ അവർ നിശേഷം നശിപ്പിക്കപ്പെടുമായിരുന്നു. അവർ വാസ്തവത്തിൽ അർഹിക്കുന്ന ശിക്ഷ ദൈവം കൊടുത്തിരുന്നുവെങ്കിൽ അവർ ഭൂമുഖത്ത് അവശേഷിക്കുമായിരുന്നില്ല. ഇപ്രകാരമുള്ള അവസ്ഥയിൽ നിന്ന് യഹൂദയുടെ വിടുതൽ അവരുടെ എന്തെങ്കിലും നന്മ കൊണ്ടാണോ? അല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത ഒന്നു മാത്രമാണ് കാരണം. അബ്രഹാമിൽ നിന്ന് ഒരു ജാതിയെ താൻ ഉണ്ടാക്കിയെടുക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ഇതാണ് ആ ജാതി. ദൈവം അത് ഇസ്ഹാക്കിലും യാക്കോബിലും ഗോത്രപിതാക്കന്മാരിലും ഉറപ്പാക്കി കൊടുത്തു. ദൈവം മോശയോട് പറഞ്ഞത് താൻ അവരെ ദേശത്താക്കും എന്നാണ്. അവർക്ക് അവിടം അവകാശമായി നൽകും എന്ന് ദൈവം യോശുവയോട് വാഗ്ദത്തം ചെയ്തു. അവൻ്റെ വംശത്തിൽ ഒരാൾ സിംഹാസനത്തിൽ എന്നേക്കും വാഴുവാനുണ്ടാകുമെന്ന് ദൈവം ദാവീദിനോട് പറഞ്ഞു. ഈ ജനത്തെ നിശേഷം ദൈവം നശിപ്പിച്ച് കളയുകയില്ല എന്ന് പ്രവാചകന്മാർ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരുടെ പാപത്തിന് ദൈവം അവരെ ശിക്ഷിക്കും. ഇല്ല എങ്കിൽ അവരെ ഭൂമുഖത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് യാതൊരു വിശേഷവുമില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവം വിശ്വസ്തനാണ്. അവൻ അവരെ ന്യായം വിധിച്ചു. എന്നാൽ അവൻ അവരെ നിശേഷം നശിപ്പിച്ച് കളയുകയില്ല. ഒരു ശേഷിപ്പ് എല്ലായ്പ്പോഴും അവശേഷിക്കും. അവസാനം അവർ വീണ്ടും ഒരു വലിയ ജാതിയായി തീരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. യഹോവയുടെ കരുണയും ദയയും നമുക്ക് ചിന്തിക്കുവാനായി വളരെയുള്ള ഒരു വിഷയമാണ്. അവിടുന്ന് കരുണയും ദയയും ഉള്ളവനാണ്, കരുണാസമ്പന്നനാണ്. അവന് മഹാദയയുണ്ട്. അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ ദയയ്ക്ക് തക്കവണ്ണം അവന് തൻ്റെ ജനത്തോടും കരുണ തോന്നും. സകല കാര്യങ്ങളും ദൈവമാണ് നടത്തുന്നത്. ഇയ്യോബ് തന്നെ പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്നത്രേ. ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. യിരെമ്യാവും അതുതന്നെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് യിരെമ്യാവ് പ്രത്യാശയോടുകൂടെ വിദൂരമായ ഭാവിയിലേക്ക് നോക്കുന്നു. നിയമത്തോടുള്ള വിശ്വസ്തത കാണിക്കുന്ന ദൈവത്തിൻ്റെ, താൻ ചെയ്ത ഉടമ്പടിയോട് വിശ്വസ്തത കാണിക്കുന്ന ദൈവത്തിൻ്റെ പ്രകൃതം അവൻ്റെ കരുണയിൽ വെളിപ്പെടുന്നു. ഇങ്ങനെയുള്ള നിയമത്തോട് വിശ്വസ്തതയും കൂറും പുലർത്തുന്നതിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുന്നു. ഇവിടെ യിരെമ്യാവ് പരിമിതിയില്ലാത്ത ദൈവകരുണയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇത് പുതുക്കി ഓരോ ദിവസവും അനുഭവിക്കുവാൻ കഴിയുമെന്ന് പറയുന്നു. ഇന്നലത്തേതുകൊണ്ട് മടുക്കേണ്ട കാര്യമില്ല. ഇന്ന് അത് പുതിയതാണ്. അത് അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്കും അതിൻ്റെ പുതുമയാണ് കൂടുതൽ ഉന്മേഷം നൽകുന്ന വസ്തുത. പ്രവാചകൻ പാടുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാകുന്നു എന്നത്രേ. അതായത് ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെ ഫലമാണ് നാം നശിച്ചു പോകാതെ നിലനിൽക്കുന്നത് എന്നർത്ഥം. 4-ാം അധ്യായത്തിൽ ഒരു ധ്യാനമാണ് നമുക്ക് ലഭിക്കുന്നത്. യെരുശലേമിൻ്റെ നാശാവശിഷ്ടങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് നഗരത്തിൻ്റെ നാശത്തിൻ്റെ ഭീകരതയെക്കുറിച്ചും നെബൂഖദ്നേസർ ജനത്തെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയതിനെക്കുറിച്ചും യിരെമ്യാവ് വിവരിക്കുന്നു. എവിടെയാണ് ഇരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോ? അതെ, ആ നാശാവശിഷ്ടങ്ങളുടെ കൂനയുടെ പുറത്ത്. ദൈവം നീതിയുള്ള ന്യായാധിപനും അതേസമയം തന്നെ അവൻ സ്നേഹവാനായ ദൈവവുമാണ്. ദൈവം പാപത്തെ ന്യായം വിധിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ ദൈവം നീതിമാനാണ്. ദൈവത്തിൻ്റെ കരുണ കാരണം യഹൂദയ്ക്ക് പൂർണ്ണമായി ശിക്ഷ ലഭിച്ചില്ല. ഹബക്കൂക്ക് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ക്രോധത്തിൽ കരുണ ഓർക്കണമേ എന്ന്. ഹബക്കൂക്ക് 3:2 നാം അത് വായിക്കുന്നു. ദൈവം കരുണ കാണിക്കുവാൻ ഒരിക്കലും മറക്കുന്നില്ല. ദൈവ വഴിയിൽ വരുന്ന പക്ഷം ദൈവമക്കൾക്ക് എല്ലാറ്റിനും ഒരു നീക്കുപോക്കുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ തന്നെ നമുക്ക് നോക്കാം. അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീഥികളുടെയും തലക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു.
തങ്കത്തോട് തുല്യരായിരുന്ന സിയോൻ്റെ വിശിഷ്ടപുത്രന്മാരെ കുശവൻ്റെ പണിയായ മൺപാത്രങ്ങളെപ്പോലെ എണ്ണിയിരിക്കുന്നത് എങ്ങനെ? യിരെമ്യാവ് ഈ വാക്യങ്ങളിൽ സ്വർണത്തെ സിയോനിലെ യുവാക്കന്മാരോട് ഉപമിച്ച് പറയുന്നത് ശ്രദ്ധിച്ചോ? സ്വർണ്ണപാത്രങ്ങളെപ്പോലെ ആയിരുന്നു ഇസ്രായേലിലെ യുവാക്കന്മാർ. ഇപ്പോൾ അവർ കളിമൺ പാത്രങ്ങൾ പോലെ ആയിരിക്കുന്നു. അവ പൊട്ടിപ്പോയി. യുദ്ധത്തിൻ്റെ ഏറ്റവും ഭീകരമായ കാര്യം അത്രേ അത്. ദേശത്തിലെ നല്ല യുവാക്കന്മാർ എല്ലാം തന്നെ യുദ്ധത്തിൽ കൊല്ലപ്പെടും. തീമോഥെയോസിന് പൗലോസ് എഴുതുമ്പോൾ 2-ാം ലേഖനത്തിൽ അപ്പോസ്തലൻ വിശ്വാസിയെ മൺപാത്രത്തോട് ഉപമിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏത് വസ്തു കൊണ്ട് മൺപാത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. പിന്നെയോ എപ്രകാരം അത് ഉപയോഗപ്രദമായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി. യജമാനന് ഉപയോഗമുള്ള പാത്രങ്ങളായിട്ടാണോ നാം ഇരിക്കുന്നത്, അതോ നമ്മുടെ തന്നെ ഉപയോഗത്തിന് മാത്രമാണോ നാം ആയിരിക്കുന്നത്? യജമാനന് പ്രയോജനകരമായ ഉപയോഗമുള്ള പാത്രങ്ങളായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പലപ്പോഴും സ്വാർത്ഥതയാണ് മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും പ്രയോജനമില്ല, യജമാനനും യാതൊരു പ്രയോജനവുമില്ല. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കിക്കൊടുക്കുന്നതുമില്ല. നെബൂഖദ്നേസർ യെരൂശലേമിനെ വളഞ്ഞ് അതിനെ കീഴടക്കിയത് ഒരു ഭയങ്കരമായ കാര്യമായിരുന്നു. നഗരത്തിനുള്ളിൽ ജനം കഷ്ടപ്പെടുവാൻ തുടങ്ങി. അത് നെബൂഖദ്നേസറിന് കീഴ്പ്പെടുന്നതിന് പകരം അവർ എതിർത്ത് നിന്നതിൻ്റെ ഫലമായി അവരുടെ കുഞ്ഞുങ്ങൾ കൺമുൻപിൽ വെച്ച് മരിക്കുന്ന, കൊല്ലപ്പെടുന്ന കാഴ്ചകൾ അവർക്ക് കാണേണ്ടതായി വന്നു. 5-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. സ്വാദ് ഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ധൂമ്രവസ്ത്രം ധരിച്ചു വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. അവർ വളരെ ആഡംബര ജീവിതമാണ് ഇതിനു മുമ്പ് നയിച്ചിരുന്നത്. അവർക്ക് നല്ല വ്യാപാര മേഖലകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടുത്തെ അലമാരികളൊക്കെ, ഈ കടകളിലെ അലമാരികളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒരിക്കൽ അവർ അനുഭവിച്ചിരുന്ന സുഖസൗകര്യങ്ങൾ അവർക്ക് ഇനിയും ഒരിക്കലും അനുഭവിക്കുവാൻ സാധിക്കാത്തതുപോലെ നഷ്ടമായി കഴിഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കൾ പാർക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് വലിയ ക്ഷാമമുണ്ടായി എന്ന് താങ്കൾ ഒന്ന് ചിന്തിക്കുക. ഭക്ഷിപ്പാൻ ആഹാരമില്ലാത്ത അവസ്ഥ, കടകളിൽ ചെല്ലുമ്പോൾ യാതൊന്നും വാങ്ങുവാൻ കിട്ടുന്നില്ല, കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്തതായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കൂ. എത്രമാത്രം നിരാശാജനകമായ അവസ്ഥയായിരിക്കും അത്. ഈ കോവിഡിൻ്റെ സമയം വന്നപ്പോൾ നാം അതുപോലെയുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചത് ഓർക്കുന്നില്ലേ? നാം നിസ്സഹായരായിത്തീരും. യെരൂശലേമിന് സംഭവിച്ചത് അതായിരുന്നു. ദൈവം അവരെ ന്യായം വിധിച്ചു. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, കൈ തൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സോദോമിൻ്റെ പാപത്തേക്കാൾ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. ദൈവം സൊദോം ഗോമോറ പട്ടണങ്ങളെ നശിപ്പിച്ചത് നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ കഠിനമായ ന്യായവിധിയാണ് യെരൂശലേമിന്മേൽ വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നറിയാമോ? യെരൂശലേമിൻ്റെ പാപം സൊദോം ഗോമോറയുടെ പാപത്തേക്കാൾ കഠിനമായിരുന്നു. നോക്കൂ, ഇത് പലപ്പോഴും മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കാര്യമാണ്, അല്ലേ? പ്രകൃതി വിരുദ്ധ ലൈംഗിക പാപം മൂലമാണ് ദൈവം സൊദോം ഗോമോറയെ നശിപ്പിച്ചത്. അത് വലിയ പാപമാണ്, ക്രൂര പാപമാണ്, നികൃഷ്ട പാപമാണ്. എന്നാൽ അതിനേക്കാൾ മോശമായ ഒന്നുണ്ട്. ശ്രദ്ധിച്ചാട്ടെ, ഒരു ആരാധനാ സ്ഥലത്ത് സുവിശേഷം കേൾക്കുകയും എന്നാൽ അതിനോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നത് സൊദോം ഗോമോറയിൽ കണ്ടതിനേക്കാൾ മോശമായ കാര്യമത്രേ എന്നോർക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ദൈവം ഇന്ന് നമ്മോട് കരുണയുള്ളവനായിരിക്കുന്നു. എന്നാൽ താങ്കൾ അവൻ്റെ നേരെ പുറംതിരിഞ്ഞിരിക്കുകയാണ് എങ്കിൽ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുകയാണ്. ഏറ്റവും വലിയ പാപമെന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള പാപമാണ്. എത്രയെത്ര പ്രാവശ്യം ഈ വചനം നാം കേട്ടു. ചെയ്യരുതെന്ന് വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന പല കാര്യങ്ങളും ഇന്നും ന്യായീകരണത്തോടുകൂടെ ചെയ്യുവാനുള്ള ശ്രമത്തിലല്ലേ നാം? എത്രയെത്ര പ്രാവശ്യം ആരാധനയിൽ പോയിരുന്നു, നിർവികാരികളായി മടങ്ങിപ്പോന്നിട്ടുണ്ട്. അതെ, ദൈവവചനം കേൾക്കുവാൻ, അതനുസരിക്കുവാൻ താങ്കൾ തീർച്ചയായും ശ്രമിക്കേണ്ടതുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവളുടെ പ്രഭുക്കന്മാർ ഹിമത്തിലും നിർമ്മലന്മാരും പാലിലും വെളുത്തവരുമായിരുന്നു. അവരുടെ ദേഹം പവിഴത്തിലും ചുവപ്പുള്ളതും അവരുടെ ശോഭ നീലക്കല്ലുപോലെയും ആയിരുന്നു.
അവരെ കണ്ടാൽ വളരെ നല്ലത് തന്നെയായിരുന്നു, സൗന്ദര്യമുള്ളവരായിരുന്നു. മതം കണ്ടാൽ ഇന്ന് വളരെ ആകർഷകമാകുന്നു. നമുക്കിന്ന് പുതിയ പള്ളികളുണ്ട്, പുതിയ ആരാധനാ സ്ഥലങ്ങളുണ്ട്. വോളിബോളും ബാസ്ക്കറ്റ് ബോളും ഷട്ടിൽ കോക്കും ക്യാരം ബോർഡും ഒക്കെ കളിക്കുവാൻ സൗകര്യമുണ്ടാക്കിയിട്ടുള്ള പള്ളികളുണ്ട്, ആരാധനാ സ്ഥലങ്ങളുണ്ട്. അനേകർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന പാരീഷ് ഹോളും നമുക്കിന്നുണ്ട്. അതിനേക്കാൾ ഉപരി അതിന് വേറൊരു ഉദ്ദേശവുമില്ല. ഇതൊക്കെ കണ്ടാൽ പുറമേ നിന്ന് വളരെ നല്ലതായി തോന്നാം, എന്നാൽ എല്ലാം ബാഹ്യമായത് മാത്രമാകുന്നു എന്ന് ഓർക്കണം. അവരുടെ ഹൃദയത്തിന് യാതൊരു മാറ്റവുമില്ല. അതിമനോഹരമായ പള്ളികളുള്ളത് നല്ലത് തന്നെ, എന്നാൽ അതിനകത്തെ ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൽ പുതുതായി ജനിച്ചിട്ടില്ല എങ്കിൽ പള്ളി കൊണ്ട് എന്താണ് പ്രയോജനം? ഈ പറയുന്ന ആളുകൾ തുടർന്നും പഴയ പാപങ്ങളിൽ തന്നെ കഴിയുകയാകുന്നുവെങ്കിൽ പള്ളി പണിതതുകൊണ്ട് എന്താണ് വിശേഷം? യഹൂദയിലെ ജനങ്ങളെക്കുറിച്ച് യിരെമ്യാവ് നൽകുന്ന ചിത്രം അതത്രേ. അവർക്ക് മതമുണ്ട്, അത് ആകർഷകവുമാണ്, എന്നാൽ ജീവനില്ലാത്ത മതം. ഇന്ന് അനേക ആരാധനാ സ്ഥലങ്ങളും ഈ അവസ്ഥയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു എന്നതൊരു ദുഃഖസത്യം മാത്രമാകുന്നു. ആർക്കും അതിനെ അവഗണിക്കുവാൻ സാധിക്കുന്നുമില്ല. ഭക്തിയുടെ വേഷമുണ്ട്, എന്നാൽ ശക്തിയില്ല. ഭക്തി പറയുന്നുണ്ട്, എന്നാൽ പ്രവർത്തനത്തിലില്ല. 9-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുകയാണ്, വാൾ കൊണ്ട് മരിക്കുന്നവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരിലും ഭാഗ്യവാന്മാർ. അവർ നിലത്തിലെ അനുഭവമില്ലായ്കയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു. യിരെമ്യാവ് യെരുശലേമിൻ്റെ നാശവും അനേകർ അവിടെ മരിച്ചു വീഴുന്നതും കണ്ടു. എങ്കിലും അവിടെ ശേഷിക്കുന്നവരുടെ ഭയാനകമായ അവസ്ഥ കാണാതെ മരിച്ചിരുന്നെങ്കിൽ എന്ന് യിരെമ്യാവ് പറയുന്നു. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്ത് അവർ എൻ്റെ ജനത്തിൻ പുത്രിയുടെ നാശത്തിങ്കിൽ അവർക്ക് ആഹാരമായിരുന്നു. ഇതെന്ത് ഭയങ്കരമാകുന്നു എന്ന് താങ്കൾ ഒരുപക്ഷെ പറഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ഭ്രൂണഹത്യയിലൂടെ ഇന്ന് എത്രയെത്ര അമ്മമാരാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത്? അതും ഭയാനകമല്ലേ? 13-ാം വാക്യത്തിൽ നാം വരുമ്പോൾ, കള്ളപ്രവാചകന്മാരും പുരോഹിതന്മാരും സത്യം പറയാതിരുന്നതിനാൽ അവർ കൊലക്കുറ്റത്തിന് ഉത്തരവാദികളാണ്. അതാണ് ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ. ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കാതെയും ജനങ്ങൾ രക്ഷിക്കപ്പെടേണ്ടത് എപ്രകാരമെന്ന് അവരോട് വ്യക്തമായി പറഞ്ഞ് അവരെ മനസ്സിലാക്കാതെയും ഇരിക്കുന്ന ഒരു പ്രസംഗകൻ വാസ്തവത്തിൽ ഇന്ന് ഈ പറഞ്ഞതുപോലെ കുറ്റക്കാരനാകും. ഞാനല്ല പറഞ്ഞത്, ദൈവം പറഞ്ഞതാണ്. ദൈവവചനം അത് വ്യക്തമാക്കുന്നു. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഥാർത്ഥമായി പ്രസംഗിച്ച പുരോഹിതന്മാരെ ജനം ഗൗനിച്ചേയില്ല. യിരെമ്യാവ് ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നു. അവന് യാതൊരു ശ്രദ്ധയും നൽകിയില്ല. ദൈവം ആ കാര്യത്തിന് ജനത്തെ ന്യായം വിധിച്ചു. 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവം പറയുന്നത് യഹൂദ മിസ്രൈമിനെ ആശ്രയിക്കുന്നതാണ് പ്രശ്നം. മിസ്രൈം ഒരു സഹായമേ ആയിരുന്നില്ല, അവർ ഒരു ശത്രുവായിരുന്നു. ഒരു ദൈവപൈതലിന് സഹായമായിട്ടുള്ളത് ദൈവവചനമാണ്, മിസ്രൈമല്ല, ലോകമല്ല. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങളുടെ ജീവശ്വാസമായി യഹോവയുടെ അഭിഷക്തനായവന് അവരുടെ കുഴികളിൽ അകപ്പെട്ടിരിക്കുന്നു. അവൻ്റെ നിഴലിൽ നാം ജാതികളുടെ മധ്യേ ജീവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ആ ജനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വ്യക്തമാക്കുന്ന ചിത്രം അവർ ജാതികളുടെ ഇടയിൽ ചിതറപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. 22-ാം വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ന്യായവിധിക്ക് ശേഷം ദൈവം വാഗ്ദത്തം ചെയ്തത് അവൻ അവരെ ശാശ്വതമായി ദേശത്താക്കും എന്നത്രേ. ഇനിയും 5-ാം അധ്യായത്തിലേക്കും കൂടെ പ്രവേശിക്കാം. അവിടെ 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവേ, ഞങ്ങൾക്ക് എന്ത് ഭവിക്കുന്നു എന്ന് ഓർക്കണമേ, ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന നോക്കണമേ. ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ എന്നാണ് വായിക്കുന്നത്. ദൈവം മാറ്റമില്ലാത്തവനാണ്. 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഇതൊരു പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് എന്ത് ഭവിക്കുന്നു എന്ന് നീ ഓർക്കണമേ എന്ന് ദൈവത്തോട് പറയുന്നു. ലോകത്തിൽ യഹൂദ ജനത്തിനുണ്ടായിരുന്ന മാനവും മഹത്വവും എല്ലാം നഷ്ടമായിപ്പോയി. 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ, സിയോനിൽ സ്ത്രീകളെയും യഹൂദ പട്ടണങ്ങളിൽ കന്യകമാരെയും വഷളാക്കിയിരിക്കുന്നു, അവരെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു എന്നാണ്. അവർ വാസ്തവത്തിൽ അപമാനിക്കപ്പെട്ടു. പ്രത്യേകിച്ച് അവരുടെ സ്ത്രീകൾ, അവരുടെ പ്രഭുക്കന്മാർ കൊല്ലപ്പെട്ടു. അവർക്ക് സകലവും നഷ്ടമായി. ജീവനോടെ ശേഷിച്ചവർ ബാബേലിൽ അടിമവേലയ്ക്കായിപ്പോയി.
15-ാം വാക്യത്തിൽ നാം കാണുന്ന അവരുടെ ഹൃദയത്തിലെ സന്തോഷം മുഴുവൻ തീർന്നതായ ഒരു കാലയളവ്. 19 മുതലുള്ള വാക്യങ്ങളിലും നാം അത് തുടർന്ന് വായിക്കുന്നു. ഞാൻ 22-ാം വാക്യം ഒന്ന് വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 22. അല്ല, നീ ഞങ്ങളെ അശേഷം ത്യജിച്ച് കളഞ്ഞിരിക്കുന്നുവോ? ഞങ്ങളോട് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നുവോ? ഈ യഹൂദജനത്തിനു വേണ്ടിയുള്ള യിരെമ്യാവിൻ്റെ പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. സമയം അതിക്രമിക്കുന്നതിന് മുമ്പ് കർത്താവിങ്കിലേക്ക് തിരിയുന്നതത്ര ഏറ്റവും ഉത്തമമായ കാര്യം. ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് പോകുന്ന ഒരു ദേശത്തിന്, ഒരു ജനതയ്ക്ക് എന്ത് സംഭവിക്കുമെന്നതിൻ്റെ എത്ര നല്ല ഉദാഹരണമാണ് നമുക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നും ലഭിക്കുന്നത്. വലിയ പാഠങ്ങൾ. അതെ, ഇന്നും ദൈവം തൻ്റെ ജനത്തോട് ഇടപെടുന്ന വിധം നമുക്കിവിടെ കാണാം. നമ്മോടുള്ള സ്നേഹം കൊണ്ട്, നമ്മോടുള്ള കരുണ കൊണ്ട്. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. നമുക്കവനോടുള്ള പ്രതികരണം എന്ത്? അനുസരണമാണോ? ആരാധനയാണോ? ദൈവത്തെ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യഹോവേ, ഞങ്ങൾക്ക് എന്ത് ഭവിക്കുന്നുവെന്ന് ഓർക്കണമേ. ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന നോക്കണമേ എന്ന് നിലവിളിച്ച് ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുന്ന ദൈവമനുഷ്യനെ നമുക്ക് മറക്കാതിരിക്കാം. ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന യിരെമ്യാവിനെ പോലെയുള്ള ദൈവത്തിൻ്റെ മനുഷ്യർ എല്ലാ കാലത്തും ദൈവജനത്തിൻ്റെ മടങ്ങിവരവിനുള്ള പ്രത്യാശ നിലനിർത്തുവാൻ നമ്മെ സഹായിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.